തമ്പുരാനെ നമ്മൾ കരുണാപൂർവം നമ്മൾ സ്വീകരിക്കുകയും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങളും നമുക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം നമുക്ക് തമ്പുരാൻ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഓർക്കും ഒരു പ്രാവശ്യമോ രണ്ടു പ്രാവശ്യമോ മാത്രം ദൈവത്തെ വിളിച്ചാൽ നമുക്ക് അനുഗ്രഹങ്ങൾ തരുമെന്നാണ് നമ്മുടെ വിചാരിക്കുന്നത്. ഒരിക്കലുമല്ല. നമ്മൾ നിരന്തരമായിട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൽ നിന്നും ഒത്തിരി അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് കണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. രോഗത്തിന്റെ മേലും നമ്മുടെ പ്രാർത്ഥന കൊണ്ട് മാത്രം, നമ്മൾ മരുന്ന് കഴിച്ചാൽ മാത്രമല്ല നമ്മുടെ രോഗം സൗഖ്യമാക്കും. നമ്മൾ ദൈവത്തിലേക്കും കൂടെ അടുക്കുമ്പോൾ, നമ്മൾ ദൈവത്തിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് രോഗം പെട്ടെന്ന് സൗഖ്യമാക്കി നൽകുകയും ചെയ്യുന്നു. ശാപത്തിന്റെ മേലും ദൈവത്തിന് അധികാരമുണ്ട്, മരണത്തിന്റെ മേൽ അധികാരമുണ്ട്, രോഗത്തിന്റെ മേൽ അധികാരമുണ്ട്, പ്രപഞ്ച ശക്തികളുടെ മേൽ അധികാരമുണ്ട്, അന്ധകാര ശക്തികളുടെ മേലും അധികാരമുണ്ട്, മനുഷ്യരുടെ മേലും ജനസമൂഹത്തിന്റെ മേലും ദൈവത്തിന് അധികാരമുണ്ടെന്ന് ഞാനിപ്പോൾ ഇവിടെ പറയുകയാണ്. പാപനിമിത്തം ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയാണ് ദൈവം മനുഷ്യനായി രോഗത്തിൽ അവതരിച്ചു. യേശു എന്ന പേരിന്റെ അർത്ഥം രക്ഷിതാവ് എന്നാണ്. യേശുവിന്റെ കൃപയും സത്യവും നിറഞ്ഞനുമായ മനുഷ്യരോട് കൂടെ വസിച്ചു. തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് നൽകിക്കൊണ്ട് ദൈവം സ്വയം